ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 4-ലെ എക്കോളജിയിലെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് പോർഷൻസ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റിന്റെ ത്രെട്ടൻഡ് സ്പീഷീസും റെഡ് ഡേറ്റ ബുക്കുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. ആദ്യമായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ത്രെട്ടൻഡ് സ്പീഷീസ്, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷീസ്, ജീവിവർഗങ്ങൾ. നിരന്തരമായി ഭീഷണി അല്ലെങ്കിൽ അപകട സാധ്യത നേരിടുന്ന ജീവജാലങ്ങളാണ് ഇതിൽ വരുന്നത്. അതായത് സംരക്ഷിച്ചില്ലെങ്കിൽ എന്നേക്കുമായി അപ്രത്യക്ഷമാകാൻ ചാൻസ് ഉള്ള, ഈ ഭൂമുഖത്ത് തന്നെ തുടച്ചു നീക്കാൻ ചാൻസ് ഉള്ള, എന്നേക്കുമായി അപ്രത്യക്ഷം ആകാൻ ചാൻസ് ഉള്ള ജീവജാലങ്ങളാണ് ത്രെട്ടൻഡ് സ്പീഷീസിൽ ഉൾപ്പെടുന്നത്. ഇത്തരം ജീവികളെ പരിഗണിക്കുന്നത് 4 പ്രധാന പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് ഏതൊക്കെ സ്പീഷീസ് ആണ് ത്രെട്ടൻഡ് സ്പീഷീസിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നത് തീരുമാനിക്കുന്നത് ഈ 4 പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതിൽ ഒന്നാമത്താണ് പഴയതും നിലവിലുള്ളതുമായ ജീവികളുടെ വിതരണത്തിന്റെ ശ്രേണി. പണ്ടുണ്ടായിരുന്ന ജീവികൾ ഇപ്പോഴും നിലവിലുണ്ടോ, അത് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? എല്ലായിടത്തും ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യകതയില്ല. എന്നാൽ പണ്ടുണ്ടായിരുന്നത് വളരെ എണ്ണത്തിൽ കുറവാണ്, ചില ഏരിയകളിൽ മാത്രം ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവയെ നമ്മൾ തീർച്ചയായും എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അപ്പൊ ആ ജീവജാലങ്ങളെ ത്രെട്ടൻഡ് സ്പീഷീസിൽ ഉൾപ്പെടുത്താം. കാലക്രമേണ ജനസംഖ്യയുടെയോ ഒരു ജീവികളുടെയോ എണ്ണം കുറയുന്നതിന്റെ അടിസ്ഥാനം, ഭാവിയിൽ ഓരോ കാലം കഴിഞ്ഞു വരുന്നവരും ഇവയുടെ എണ്ണം കുറഞ്ഞു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പോപ്പുലേഷന്റെ എണ്ണം കുറഞ്ഞു വരുന്നു, ജീവികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി? സംരക്ഷിക്കേണ്ടി വരും. ത്രെട്ടൻഡ് സ്പീഷീസിൽ ഉൾപ്പെടുത്താം. ആവാസ വ്യവസ്ഥയുടെ വ്യാപ്തിയും ഗുണനിലവാരവും. ഒരു ജീവി ജീവിക്കുന്നതിന്റെ ചുറ്റുപാട്, ആ ചുറ്റുപാടിൽ അതിന്റെ ആവാസ വ്യവസ്ഥ എങ്ങനെയാണ്, അതിന്റെ ക്വാളിറ്റി എന്താണ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ജീവജാലങ്ങളോട് അത് ജീവിക്കുന്നത്. അപ്പൊ ആവാസ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെയുള്ള ജീവികൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സംരക്ഷിക്കേണ്ടി വരും. അതും ത്രെട്ടൻഡ് സ്പീഷീസിൽ ഉൾപ്പെടുത്താം. ജീവശാസ്ത്രവും ജീവിവർഗങ്ങളുടെ സാധ്യതയുള്ള മൂല്യവും. നമ്മുടെ ഇന്നത്തെ ബയോളജി അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ഏരിയയില് ജീവശാസ്ത്രപരമായിട്ട് ആ ജീവികൾക്ക് എന്ത് സാധ്യതയാണ് ഉള്ളത്, അല്ലെങ്കിൽ ആ ജീവികളുടെ മൂല്യം എന്താണ്, ഈ ജീവികൾ തുടരുന്നതിന്റെ ആവശ്യകത എന്താണ്, ഈ ജീവികൾ ഭൂമുഖത്ത് ഉണ്ടായില്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക്, മറ്റ് ജീവജാലങ്ങൾക്ക് എന്ത് സംഭവിക്കും, അതിന്റെ അടിസ്ഥാനത്തിലും അത്തരം ജീവികൾ നമുക്ക് എന്ത് ചെയ്യാം? ത്രെട്ടൻഡ് സ്പീഷീസിൽ ഉൾപ്പെടുത്താം. മേൽപ്പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ചില ജീവികൾ നമുക്ക് എന്ത് ചെയ്യാം? ത്രെട്ടൻഡ് സ്പീഷീസിൽ പരിഗണിക്കാം. അത് ചെയ്യുന്നത് IUCN ആണ്. IUCN നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നാച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഈ IUCN ആണ് ഈ പറഞ്ഞ പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ വംശനാശ ഭീഷണി നേരിടുന്നവരെ പ്രധാനമായിട്ടും 5 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എല്ലാ ജീവികളും ഒരുപോലെ അല്ല ഭീഷണി നേരിടുന്നത്. അവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 5 തരമായിട്ട് തിരിക്കാം. ഒന്നാമത്തത് ക്രിട്ടിക്കൽ സ്പീഷീസ്, രണ്ടാമത്തത് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, മൂന്നാമത്തത് വൾണറബിൾ സ്പീഷീസ്, നാലാമത്തത് റയർ സ്പീഷീസ്, അഞ്ചാമത്തത് ഇൻഡിറ്റർമിനേറ്റ് സ്പീഷീസ്. ഇങ്ങനെ 5 തരം ജീവജാലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 5 തരം ജീവജാലങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നവരായിരിക്കും. IUCNന്റെ അഭിപ്രായത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളിൽ ഒന്നാമത്തെ ടൈപ്പാണ് ക്രിട്ടിക്കൽ സ്പീഷീസ്. എന്തുകൊണ്ടാണ് ചില ജീവികളെ ക്രിട്ടിക്കൽ സ്പീഷീസ് എന്ന രീതിയിൽ സംരക്ഷിക്കേണ്ടി വരുന്നത്? ഇവയെല്ലാം തന്നെ ഈ പറഞ്ഞ 5 തരം സ്പീഷീസും ത്രെട്ടൻഡ് സ്പീഷീസ് ആണ്. അതിൽ എന്താണ് ക്രിട്ടിക്കൽ സ്പീഷീസ്? വളരെ ഉയർന്നതും ഗുരുതരവുമായിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളായി നിങ്ങൾക്ക് ഉൾപ്പെടുന്നു. അത് വളരെ ഏറ്റവും ഡേഞ്ചർ ആയിട്ട് വംശനാശത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെയാണ് ക്രിട്ടിക്കൽ സ്പീഷീസിൽ ഉൾപ്പെടുന്നത്. ജവാൻ റൈനോ എന്ന ജീവിയും അതുപോലെ ഐവറി ബിൽഡ് മരംകൊത്തികളൊക്കെ വളരെയധികം ഗുരുതരമായിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. കാരണം സംരക്ഷിച്ചില്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഭൂമുഖത്ത് തന്നെ അപ്രത്യക്ഷമായി പോകും. അത്തരം ജീവജാലങ്ങളെയാണ് ക്രിട്ടിക്കൽ സ്പീഷീസ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. അതായത് അടിയന്തരമായിട്ട് സംരക്ഷണം നൽകിയില്ലെങ്കിൽ സമീപ ഭാവിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളായിരിക്കും. അതായത് ഈ ഭാവിയിൽ ഇവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ അവരും അപ്രത്യക്ഷമാവും. ക്രിട്ടിക്കൽ സ്പീഷീസിനെ പോലെ അത്ര ഗുരുതരമല്ലെങ്കിലും അടിയന്തരമായിട്ട് ഇവരെയും സംരക്ഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? തുടർന്നുള്ള കാലങ്ങളിൽ ഇവരുടെ എണ്ണം കുറഞ്ഞ് സമീപ ഭാവിയിൽ എന്ത് ചെയ്യും? ഇവരെല്ലാം അപ്രത്യക്ഷമാകും. അത്തരം സ്പീഷീസുകളാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഇവയുടെ ജനസംഖ്യ ക്രിട്ടിക്കൽ ലെവലിന് താഴെ, നോർമൽ ലെവലിൽ പോപ്പുലേഷൻ കാണുന്നതിനേക്കാൾ കുറവായിരിക്കും എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ എണ്ണം എന്ന് പറയുന്നത്. വളരെ കുറച്ച് അംഗങ്ങൾ ചെറിയ സ്ഥലങ്ങളിൽ കാണപ്പെടുന്നു. ചെറിയ ഏരിയകളിൽ മാത്രമായിരിക്കും വളരെ കുറച്ച് അംഗങ്ങളുള്ള പോപ്പുലേഷൻ കാണപ്പെടുന്നത്. ഇവയ്ക്ക് നാശങ്ങൾ സംഭവിച്ചാൽ വംശനാശം സംഭവിക്കും. എക്സാമ്പിൾ ഇന്ത്യൻ റൈനോ, സ്നോ ലെപ്പേർഡ് ഹിമപുലി, സിംഹവാലൻ കുരങ്ങ്. പാലക്കാട് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുണ്ട്.
ഇവ അവിടെ ഉണ്ട്, എന്നാൽ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ അവര് അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോകും. അങ്ങനെയുള്ള സ്പീഷീസുകളാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ ഉൾപ്പെടുന്നത്. അതിൽ സ്നോ ലെപ്പേർഡ് സംരക്ഷിച്ചില്ല ഭാവിയിൽ എന്ത് ചെയ്യും, അവരും അപ്രത്യക്ഷമാകും. മൂന്നാമത്താണ് വൾണറബിൾ സ്പീഷീസ്. നെഗറ്റീവ് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നത് തുടരുകയാണെങ്കിൽ സമീപ ഭാവിയിൽ വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ള ജീവികളായിരിക്കും ഉൾപ്പെടുന്നത്. അതായത് ഒരു ജീവി ഉണ്ടെങ്കിൽ ആ ജീവിക്ക് പ്രതികൂലമായിട്ട് വരുന്ന ഘടകങ്ങൾ, നെഗറ്റീവായിട്ട് വരുന്ന ഘടകങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സമീപ ഭാവിയിൽ എന്ത് ചെയ്യും, അവർക്ക് നാശം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, വൾണറബിൾ സ്പീഷീസ് ആയിട്ട് ഉൾപ്പെടുത്തി. ഫോർ എക്സാമ്പിൾ പുള്ളിമൺ നോർമലി ഇപ്പോൾ ഉണ്ട്, നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. അതിന് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വീണ്ടും തുടരുകയാണെങ്കിൽ, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത പ്രതികൂല സാഹചര്യങ്ങൾ വീണ്ടും തുടരുകയാണെങ്കിൽ ഭാവിയിൽ പുള്ളിമാനൊക്കെ എന്ത് ചെയ്യും, അപ്രത്യക്ഷമായി പോകും. അത്തരം സ്പീഷീസ് ആണ് വൾണറബിൾ സ്പീഷീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാമ്പിൾ പുള്ളിമാൻ, കസ്തൂരിമാൻ, സാമ്പാർമാൻ, പിന്നെ സാമ്പാർഡി എന്ന് പറയും, പിന്നെ ഏഷ്യൻ ആന, പിന്നെ ഗംഗാ ഡോൾഫിൻ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാൽ, അതിപ്പോ ഉണ്ട്, അത് വീണ്ടും തുടരുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവർ ചത്തുപോകും. അവയെ സംരക്ഷിക്കണം. അതാണ് വൾണറബിൾ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ റയർ സ്പീഷീസ്, ആ പേര് തന്നെ ഉണ്ട്, അപൂർവമായിട്ട് കാണപ്പെടുന്ന സ്പീഷീസ്, റയർ സ്പീഷീസ്. ലോകത്തിൽ ഏറ്റവും കുറച്ച് ജനസംഖ്യ ഉള്ളവരായിരിക്കും. ഇവ ചില നിയന്ത്രിത അതിജീവന പരിസ്ഥിതിയിൽ ഒതുങ്ങി ജീവിക്കും. ഇവരുടെ ലോകത്ത് തന്നെ ഇവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഇവർ പ്രത്യേക നിയന്ത്രിതമായിട്ടുള്ള ചില ഏരിയയിൽ മാത്രം ജീവിക്കുന്നവരാണ് റയർ സ്പീഷീസ്. അത് ആ ഏരിയയിൽ മാത്രമേ കാണൂ, വേറെ എങ്ങും കാണില്ല. ലോകത്തിൽ എല്ലായിടത്തും കാണുന്നില്ല. അത്തരം സ്പീഷീസിനെ നമ്മൾ ത്രെട്ടൻഡ് സ്പീഷീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവരെയും സംരക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകും. എക്സാമ്പിൾ ഹിമാലയൻ ബ്രൗൺ ഡിയർ. അത് തന്നെ ആ പേര് തന്നെ അർത്ഥമാകുന്നത് ഹിമാലയത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു ബ്രൗൺ കളറുള്ള ഡിയർ, കരടിയുണ്ട്. ഡെസേർട്ട് ഫോക്സ്, ഡെസേർട്ടിൽ കാണപ്പെടുന്ന കുറുക്കന്മാര്, അതിൽ ഹോൺബിൽ പക്ഷേ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഹോൺബില്ലും ഇതെല്ലാത്തിനെയും സംരക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അവരും വംശനാശ ഭീഷണി നേരിടുന്നതാണ്. ഇവര് വളരെ എണ്ണത്തിൽ കുറവുള്ള സ്പീഷീസ് ആണ്. അപ്പൊ അവരെയും നമുക്ക് സംരക്ഷിക്കും. അതാണ് റയർ സ്പീഷീസ്. അടുത്താണ് ഇൻഡിറ്റർമിനേറ്റ് സ്പീഷീസ്. നിർവചിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ പറ്റാത്ത സ്പീഷീസ് ആണ്. അതായത് ഇത്തരം സ്പീഷീസുകളുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ ജീവികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാവുള്ളൂ. അവരുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമല്ല. ചിലപ്പോൾ അവർ മനുഷ്യരുടെ മുന്നിൽ വരണമെന്നില്ല. കാടിന്റെ ഏതെങ്കിലും ഉൾക്കാട്ടിൽ ആരുടെയും കണ്ണിൽ പെടാതെ ജീവിക്കുന്ന ജീവജാലങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ജീവജാലങ്ങളുടെ പൂർണ്ണമായിട്ട് അവരുടെ വിവരം കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവരെ സംരക്ഷിച്ചേ പറ്റൂ. കാരണം അവർ എത്രത്തോളം ഉണ്ടെന്നോ അവരുടെ ഡേറ്റാസ് പൂർണ്ണമായിട്ട് നമുക്ക് അറിയില്ല. അപ്പൊ അത്തരം ജീവികളെ ത്രെട്ടൻഡ് സ്പീഷീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മതിയായ വിവരങ്ങൾ അഭാവത്തിലായിരിക്കും. അവർ ശരിക്കുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടത്തില്ല. പിന്നെ അവരുടെ നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ പറ്റാത്ത ഭീഷണിയുള്ള ജീവജാലങ്ങളായിരിക്കും. ഉദാഹരണം മെക്സിക്കൻ പ്രയറി ഡോഗ്, ബ്രസീലിയൻ 3 ബാൻഡഡ് അരാംഡില്ലോ, അതായത് ഉറുമ്പുതീനി പോലൊരു ജീവിയാണ് അരാംഡില്ലോ. അതുപോലെ സുമാത്രൻ ഷോർട്ട് ഇയേർഡ് റാബിറ്റ്, സുമാത്രയിൽ മാത്രം കാണപ്പെടുന്ന ചെറിയ ചെവിയുള്ള റാബിറ്റുകൾ. ഇവരുടെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ, സംരക്ഷിക്കേണ്ടി വരും. അതും ത്രെട്ടൻഡ് സ്പീഷീസ്. അടുത്താണ് റെഡ് ഡേറ്റ ബുക്ക്. IUCN പ്രസിദ്ധീകരിക്കുന്ന ഒരു ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക്. അതായത് നേരത്തെ പറഞ്ഞു വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ബുക്കാണ്. വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ സസ്യങ്ങൾ, മൃഗങ്ങൾ, ഫംഗസുകൾ, ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന ഉപജാതികൾ, സബ്സ്പീഷീസ് എന്നിവയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെ ജീവികളാണ് വംശനാശം സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, അത്തരം ജീവികളുടെ ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്ന ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക്. ഇതിൽ ഉൾപ്പെടുന്ന ജീവികളുടെ ലിസ്റ്റിനെ റെഡ് ലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ജീവികളെല്ലാം ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഭാവിയിലെ വംശനാശ ഭീഷണി നേരിടുന്നവയായിരിക്കും. ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് 1966 സ്പെഷ്യൽ സർവൈവൽ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആദ്യമായിട്ട് 1966 പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൽ ഒരുപാട് കളർ കോഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പല ഡിഫറെന്റ് കളറിലാണ് ജീവജാലങ്ങളെ കാറ്റഗറി ചെയ്തിരിക്കുന്നത്. പല ജീവികളുടെയും ഉപജാതികളുടെയും വംശനാശ സാധ്യത അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. അതായത് കളർ കോഡ് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ ജീവികളാണ് ക്രിട്ടിക്കൽ സ്പീഷീസ് ഉള്ളത്, ഏതൊക്കെയാണ് ഇനി സംരക്ഷിച്ചാൽ വീണ്ടും തുടരുന്നതും അല്ലെങ്കിൽ സമീപഭാവിയിൽ നഷ്ടമാകാൻ ചാൻസ് ഉള്ളത്. ഓരോ ജീവികളുടെ സ്വഭാവത്തിനനുസരിച്ചും അവരുടെ എണ്ണത്തിനനുസരിച്ചുമാണ് നമ്മൾ കളർ കൊടുത്ത് ജീവജാലങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് കറുപ്പ് നിറം. കറുപ്പ് നിറം കൊടുത്തിരിക്കുന്ന ജീവജാലങ്ങളുടെ എല്ലാം തന്നെ വംശനാശം സംഭവിച്ചവയെ സൂചിപ്പിക്കുന്നു. ഭൂമുഖത്ത് ഇല്ല, പൂർണ്ണമായിട്ടും എന്നേക്കുമായി നശിച്ചു പോയ ജീവികളുടെ ഡീറ്റെയിൽസിലായിരിക്കും കറുപ്പ് നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ചുവപ്പ് നിറം എന്ന് പറയുന്നത് വംശനാശ ഭീഷണി നേരിടുന്നതിനെ സൂചിപ്പിക്കും. അതായത് ഗുരുതരമായിട്ട്
വംശനാശ ഭീഷണി ഉള്ളവരായിരിക്കും. സമീപഭാവിയിൽ എന്ത് വേണോ ഇത് അപ്രത്യക്ഷമാകാം സംരക്ഷിച്ചില്ലെങ്കിൽ. അവരെ ചുവപ്പ് നിറത്തിലായിരിക്കും സൂചിപ്പിക്കുന്നത്. വെള്ള നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അപൂർവമായിട്ടുള്ള ജീവികളെ, റയർ സ്പീഷീസുകളെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ വംശനാശത്തിന്റെ അപകട സാധ്യത വിലയിരുത്തിയിട്ടില്ലാത്തവരെ. നേരത്തെ പറഞ്ഞ കണക്ക് ചില ഇൻഡെറ്റർമിനേറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ സാധ്യത ഇതുവരെ വിലയിരുത്തിയിട്ടില്ല, അങ്ങനെ അപൂർവമായിട്ടുണ്ട്, പക്ഷെ അതിന്റെ വംശനാശ ഭീഷണി ഉണ്ടോ ഇല്ലെന്നോ അതിന്റെ കറക്റ്റ് വിവരം കിട്ടാത്ത സ്പീഷീസിനെ വെള്ള നിറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പച്ച, മുമ്പ് വംശനാശ ഭീഷണി നേരിട്ടതും എന്നാൽ ഇപ്പോൾ അവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. പണ്ട് വംശനാശ ഭീഷണി ഉണ്ടായിരുന്നു, പക്ഷെ ഇവരുടെ ഇപ്പൊ എണ്ണം നമ്മൾ സംരക്ഷിക്കുന്നത് കൊണ്ട് എണ്ണം കൂടി കൂടി വരുന്ന സ്പീഷീസുകളെ പച്ച നിറത്തിൽ സൂചിപ്പിക്കും. ചാരനിറം കൊണ്ട് സൂചിപ്പിക്കുന്നത് ദുർബലമായിട്ടുള്ള സ്പീഷീസുകളായിരിക്കാം, വംശനാശ ഭീഷണി ഉണ്ട്, അപൂർവമായിട്ട് കാണപ്പെടുന്നതായിരിക്കും, ഇങ്ങനെ തിരിച്ചിട്ടുള്ള ജീവികളായിരിക്കും. പക്ഷെ അവയുടെ ശരിയായ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാത്തവരായിരിക്കും. കറക്റ്റ് ആ ഡീറ്റെയിൽസ് കിട്ടാത്ത എന്നാൽ ഒരു എണ്ണത്തിൽ കുറവാണ് വംശനാശ ഭീഷണി ഉള്ളവരാണെങ്കിൽ അവരെയാണ് ചാരനിറം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ജീവികളെ IUCN പ്രധാനമായിട്ട് 9 കാറ്റഗറിയിലാണ് തിരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കണക്ക് കളർ കോഡ് അനുസരിച്ച് 9 കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് എക്സ്റ്റിങ്ക്ട് സ്പീഷീസ്. എക്സ്റ്റിങ്ക്ട് സ്പീഷീസ് ചിത്രം കൂടെ നോക്കാം, കറുത്ത കളർ കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? എക്സ്റ്റിങ്ക്ട് സ്പീഷീസിന്റെ കറുത്ത നിറമാണ് ഭൂമിയിൽ അപ്രത്യക്ഷമായി കഴിഞ്ഞു, വംശനാശം സംഭവിച്ചതായിരിക്കും. ഉദാഹരണം സഞ്ചാരിപ്രാവ്, ഡോഡോബേഡ്. ഡോഡോബേഡ് അറിയാത്ത കൽവേരിയനും ഡോഡോബേഡുള്ള ബന്ധമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡോഡോബേഡ് അതുപോലെ സഞ്ചാരിപ്രാവൊക്കെ ഭൂമിന്ന് എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമായവരാണ്. അവരെ കറുത്ത നിറം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതാണ് എക്സ്റ്റിങ്ക്ട് സ്പീഷീസ്. രണ്ടാമത്താണ് എക്സ്റ്റിങ്ക്ട് ഇൻ വൈൽഡ് സ്പീഷീസ്. അതായത് ഒരു പർപ്പിൾ കളറിലാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ എഴുതാൻ വിട്ടുപോയി പർപ്പിൾ എന്ന്. ആ ചിത്രം നമ്മൾ നോക്കിയത് മനസ്സിലാക്കുക. പർപ്പിൾ കളറിലാണ്. സ്വാഭാവികമായിട്ടുള്ള ചുറ്റുപാടിൽ ഇവരെ കാണാൻ കഴിയില്ല, നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റലിൽ ഇപ്പൊ ഇവരില്ല. എന്നാൽ നമ്മൾ ഇവരെ സംരക്ഷിച്ചിട്ടുണ്ട്. എവിടെ? മൃഗശാലകളിൽ, സൂവിൽ മാത്രമേ ഇവരെ കാണാൻ പറ്റൂ. നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റൽ വിട്ടുപോയി ചിലപ്പോൾ ചത്തുപോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാകാം വംശനാശം സംഭവിക്കും. അങ്ങനെ സംഭവിക്കാൻ ചാൻസ് കൂടിയ അനിമൽസിനെയാണ് അല്ലെങ്കിൽ സ്പീഷീസിനെയാണ് നമ്മൾ എക്സ്റ്റിങ്ക്ട് ഇൻ വൈൽഡ് സ്പീഷീസിന്റെ കാറ്റഗറി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പർപ്പിൾ കളർ. എക്സാമ്പിൾ ആയിട്ട് അബിങ്ടൺ ഐലൻഡ് ടോർട്ടോയിസ്, ദ ബാർബറി ലയൺ, ദ ഹവായിയൻ ക്രോ ആൻഡ് ദ നോർത്തേൺ വൈറ്റ് റൈനോസറസ് തുടങ്ങിയ ജീവജാലങ്ങളെല്ലാം എക്സ്റ്റിങ്ക്ട് ഇൻ വൈൽഡ് സ്പീഷീസ് ആണ്. അതായത് ഇവരെ നമുക്ക് നാച്ചുറലി കാണാൻ കഴിയില്ല, സൂ മൃഗശാലകളിൽ കാണാൻ കഴിയും. അടുത്താണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്. നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കലി സ്പീഷീസ് തന്നെയാണ്. ഗുരുതരമായിട്ടുള്ള ഉയർന്ന വംശനാശ ഭീഷണി ഉള്ളവരായിരിക്കും. സംരക്ഷിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ നശിച്ചു പോകാൻ ചാൻസ് ഉള്ള ഗുരുതര ഭീഷണി ഉള്ളവരാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസിന്. ഇതിനാണ് നമ്മൾ ചുവപ്പ് നിറം കൊടുക്കുന്നത്. ചുവപ്പ് നിറം കൊടുക്കുന്നത് അത്രയും ക്രിട്ടിക്കൽ വംശനാശ ഭീഷണി നേരിടുന്നവരായിരിക്കും. ഉദാഹരണമായിട്ട് അമർ ലെപ്പേഡ്, ബ്ലാക്ക് റൈനോ, ബോർണിയൻ ഉറാങ്കുട്ടൻ, വക്യുറ്റ. വക്യുറ്റ ഒരു ഡോൾഫിൻ ഇനമാണ്. വടക്കേ കാലിഫോർണിയയിലേക്കാണ് കൂടുതൽ കാണപ്പെടുന്നത്. ജവാൻ റൈനോ, ഐവറി ബിൽഡ് മരങ്ങൾ. ഇവരൊക്കെ വളരെ എണ്ണം കുറവാണ്, ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്നവരാണ്. ഇവരെ സംരക്ഷണയിൽ ഭാവിയിൽ അപ്രത്യക്ഷമായി. നിറം ഓർക്കുക ചുവപ്പ്. അടുത്തതാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. എൻഡേഞ്ചേർഡ് സ്പീഷീസ് നേരത്തെ പറഞ്ഞു, സംരക്ഷണം നൽകിയില്ലെങ്കിൽ സമീപഭാവിയിൽ എന്ത് ചെയ്യും? വംശനാശ ഭീഷണി നേരിടുന്നവരായിരിക്കും അല്ലെ. അതിനെ നിറം കൊടുത്തിരിക്കുന്നത് ഓറഞ്ച് നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യൻ റൈനോ, സ്നോ ലെപ്പേർഡ് ഹിമപ്പുലി, സിംഹവാലൻ തുടങ്ങി. ഇവരൊക്കെ സംരക്ഷണം നൽകിയില്ലെങ്കിൽ സമീപഭാവിയിൽ എന്ത് ചെയ്യും? വംശനാശ ഭീഷണി നേരിടുന്നവരായിരിക്കും. അടുത്തത് വൾണറബിൾ സ്പീഷീസ്. നേരത്തെ പറഞ്ഞു, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത പ്രതികൂല സാഹചര്യങ്ങൾ, നെഗറ്റീവ് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നത് തടഞ്ഞില്ലെങ്കിൽ സമീപഭാവിയിൽ എന്ത് ചെയ്യും? വംശനാശ ഭീഷണി നേരിടുന്നവരായിരിക്കാം. നേരത്തെ അതിന് എക്സാമ്പിൾ പറഞ്ഞു, പുള്ളിമാൻ, കസ്തൂരിമാൻ, സാമ്പാർമാൻ, ഏഷ്യനാന, ഗംഗാ ഡോൾഫിനൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അവരെല്ലാം വൾണറബിൾ സ്പീഷീസ് ആണ്. അതിന് മഞ്ഞ നിറത്തിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഓറഞ്ച്, ചുവപ്പ്, മഞ്ഞയിലൊക്കെ വരുന്ന കാറ്റഗറിയിൽപ്പെട്ട ജീവജാലങ്ങളെ കൂടുതലും സമീപഭാവിയിൽ എന്ത് ചെയ്യും? സംരക്ഷണം നൽകിയാലും നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പർപ്പിൾ കളറുള്ള എക്സ്റ്റിങ്ക്ട് വൈൽഡ്, ഇവരെല്ലാവരും റിസ്ക് കൂടുതലുള്ള അനിമൽസ് ആണ്. സംരക്ഷിച്ചാൽ നശിച്ചു പോകാൻ ചാൻസ് ഉള്ള അനിമൽസ് ആണ്. അടുത്തത് നിയർ ത്രെട്ടൻഡ് സ്പീഷീസ്. ഇളം പച്ച നിറത്തിലാണ് കൊടുക്കുന്നത്. നിയർ ത്രെട്ടൻഡ് സ്പീഷീസ് പേരിൽ തന്നെ ഉണ്ട്, ഭാവിയിൽ ഭീഷണി ഉള്ളവരായിരിക്കും. ഇപ്പോൾ നിലവിലുണ്ട്, സംരക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഭാവിയിൽ നശിച്ചു പോകാൻ ചാൻസ് ഉള്ളവരായിരിക്കാം. ഉദാഹരണം യുറാസിയൻ ഒറ്റർ, മാൻഡ് വോൾഫ് ആൻഡ് ഗ്രേ ബാറ്റ് തുടങ്ങിയ ജീവജാലങ്ങളെല്ലാം ഭാവിയിൽ സംരക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നശിക്കാൻ ചാൻസ് ഉള്ളവരാണ്. അതിന് ഇളം പച്ച നിറത്തിലാണ് സൂചിപ്പിച്ചത്. അടുത്തത് ലീസ്റ്റ് കൺസേൺ സ്പീഷീസ്. കൊടുത്തിരിക്കുന്ന നിറം കടും പച്ചയാണ്. ലോകമെമ്പാടും വിതരണത്തിലുള്ളവരെ എല്ലായിടത്തും കാണപ്പെടുന്ന ജീവികളായിരിക്കും. അംഗങ്ങൾ ചിലപ്പോൾ കുറവായിരിക്കും.
അപകട സാധ്യത ഉള്ളവരുമായിരിക്കും. അവരെയാണ് ലീസ്റ്റ് കൺസേൺ സ്പീഷീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണം കൗസ്, പിഗ്സ്, ചിക്കൻസ്, റാബിറ്റ്സ്, കുറൽസ്, റോബിൻസ് എല്ലായിടത്തും കാണപ്പെടുന്നതാണ്. എണ്ണം കുറവായിരിക്കാം, പക്ഷേ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ എന്ത് ചെയ്യും? വംശനാശ ഭീഷണി നേരിടുന്നത്. അടുത്തതാണ് ഡേറ്റ ഡെഫിഷ്യന്റ് സ്പീഷീസ്. ചാര നിറത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഇൻഡിറ്റർമിനേറ്റ് സ്പീഷീസ് അതിലെ ഡേറ്റ ഡെഫിഷ്യന്റ് ആണ്, നമുക്ക് വിവരങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അത്തരം സ്പീഷീസിന് നമുക്ക് എന്ത് ചെയ്യണം? ഭാവിയിൽ സംരക്ഷിച്ചില്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടാൻ ചാൻസ് ഉള്ളവരാണ്. അങ്ങനെയുള്ളവർക്കാണ് ഡേറ്റ ഡെഫിഷ്യന്റ് സ്പീഷീസ് ചാരനിറം കൊടുത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഉദാഹരണം സെർട്ടൈൻ ഹാൻഡ് ഫിഷ് സ്പീഷീസ്, ദ ഓർക്ക, കില്ലർ വെയിൽ അറിയപ്പെടുന്ന ഓർക്ക, അതുപോലെ സം ഇന്ത്യൻ ഫിഷ് സ്പീഷീസ്. നമ്മുടെ ഇന്ത്യയിലുള്ള പല മത്സ്യസമ്പത്തുകളും ഇതുപോലെ അതിന്റെ ഡേറ്റാസ് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. സംരക്ഷിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നശിച്ചു പോകാൻ ചാൻസ് കൂടുതൽ. അടുത്താണ് നോട്ട് ഇവാലുവേറ്റഡ് സ്പീഷീസ്. വെള്ള നിറം കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇതുവരെയും അതിന്റെ സാധ്യത വിലയിരുത്തിയിട്ടില്ല. വംശനാശം സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ അതിന്റെ സാധ്യത വിലയിരുത്താത്ത സ്പീഷീസുകളായിരിക്കും. അപൂർവമായിരിക്കാം, പക്ഷെ ഒരുപാട് ഉണ്ടായിരിക്കാം. അതിന്റെ സാധ്യത ചിലപ്പോൾ കാണാത്തതായിരിക്കും. അതാണ് വെള്ള നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഉദാഹരണം മൂർഖൻ. നമ്മുടെയൊക്കെ നാടുകളിൽ എല്ലായിടത്തും മൂർഖനുണ്ട്, പക്ഷെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാമോ? എത്ര എണ്ണം വിളിച്ച് അവരുടെ എണ്ണം കറക്റ്റ് അറിയാമോ? അവരുടെ ഒന്നും അപകട സാധ്യത നമുക്ക് അറിയില്ല. അവർ ഭാവിയിൽ നശിച്ചു പോകില്ലേ ഒന്നും അറിയില്ല, പക്ഷെ എല്ലായിടത്തും ഉണ്ട്. എണ്ണം കറക്റ്റായിട്ട് അറിയില്ല. അത്തരം സ്പീഷീസുകളാണ് നോട്ട് ഇവാലുവേറ്റഡ് സ്പീഷീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ള നിറമാണ് സൂചിപ്പിച്ചത്. ഈ പറഞ്ഞിരിക്കുന്ന IUCN പറഞ്ഞിരിക്കുന്ന 9 കാറ്റഗറി നോക്കാം. ഒന്ന് എക്സ്റ്റിൻഡ് സ്പീഷീസ്, ഈ എക്സ് കറുത്ത നിറം. എക്സിൻഡ് വൈൽഡ് എന്ന് പറയുന്നത് പർപ്പിൾ കളർ. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ചുവപ്പ്. എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓറഞ്ച്. വൾണറബിൾ സ്പീഷീസിന് മഞ്ഞ. നിയർ ത്രട്ടൻഡിന് ഇളം പച്ച. ലീസ്റ്റ് കൺസേൺ സ്പീഷീസിന് കടും പച്ച. ഡേറ്റ ഡെഫിഷ്യൻസിന് ചാരനിറം. നോട്ട് ഇവാലുവേറ്റഡിന് വെള്ള നിറമാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിലെ ത്രെട്ടൻഡ് സ്പീഷീസ് എന്ന റെഡ് ഡാറ്റ ബുക്കുമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ചെറിയ ടോപ്പിക്കാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ മറ്റ് കുറച്ച് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം.